നാഗ എന്നെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കമൻറ്റ് വന്നതാണ്. ശരിക്കും എന്താ ഞാൻ ഇതിന് പറയേണ്ടത്? ഒരാളുടെ നല്ലതിനെ പറയുമ്പോഴാണ് അല്ലേ മറ്റൊരാളും നമ്മുടെ നല്ലതിനെ പറയുക അല്ലേ? എന്താ വെച്ചാൽ അറിയപ്പെടാൻ, മറ്റൊരാൾ നല്ല വാക്ക് പറഞ്ഞ് കേൾക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആർക്കും അത് പക്ഷേങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നല്ലത് പറയുക, എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കാതെ ഒരാളാണ്. ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നാഗയുടെ എന്നോട് പെരുമാറുന്ന രീതി, എന്നോട് സംസാരിക്കുന്ന രീതി, അത് എനിക്ക് കൊണ്ടുവരണം, അത് ഒരു ചാനലിലൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നാഗയോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശനമായ ഒരുപാട് കാര്യങ്ങൾ. എന്താ വെച്ചാൽ ഒരു പക്ഷേ അവർ മറ്റൊരാൾക്ക് കൊടുക്കുന്ന മറുപടി അതെടുത്തുകൊണ്ട് ഇങ്ങനെ പറയുന്നൊരു വ്യക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായി. പക്ഷെ നമ്മൾ എന്താ പറയുക, ചില സമയത്ത് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. കാരണം മനസ്സിലാക്കാതെ പറയുന്നൊരു കാരണത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ വോയിസ് ഇല്ല. പിന്നെ ആരും തിരുത്താനും സംസാരിക്കാനും പോയിട്ടില്ല. പിന്നെന്താ, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോട്ടെ. ഞാൻ മനസ്സിലാക്കിയ നാഗ എന്താണെന്ന് എനിക്ക് കൊണ്ടുവരണം, എൻ്റെ സത്യാവസ്ഥയെ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്തു. അതാണ് നമ്മൾ ഒരാളുടെ നല്ല വശങ്ങൾ. ഇപ്പം നാഗ തന്നെ എപ്പോഴും മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുന്നതല്ല. ഒന്നാമത് അവരൊരു സാഹിത്യകാരിയാണ്, എഴുത്തുകാർക്ക് ഒരിക്കലും അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ആർക്കായാലും പറ്റത്തില്ല. പക്ഷേ ഈ എഴുതുന്നവർക്ക് ഒരിക്കലും അവരുടെ ചിന്തകളെ, അത് നമ്മൾ പുസ്തകത്തിലാണെങ്കിലും എഴുതുമ്പോൾ ആ ചിന്തകൾ, വാക്കുകളെ അവർക്ക് എന്താ പറയുക, പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ആർക്കാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിൽ എഴുതുമ്പോൾ നമ്മൾ ചിന്തകൾ, അങ്ങനെ നമ്മൾക്ക് വരുന്ന വാക്കുകളൊക്കെ നമുക്ക് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുന്നേ അവർ എഴുത്തുകളിലൂടെ അവരിലൂടെ വരുന്ന വരികൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു യൂട്യൂബാണ്, അവർ എപ്പോഴും ചിന്തകളെ പിടിച്ചു നിർത്തത്തില്ല. അതാണ് മെയിൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എന്തും തുറന്നു പറയാനുള്ള മാനസികാവസ്ഥ. എന്നാൽ എല്ലാം പറയാമോ എന്നും തോന്നിപ്പോയി. പക്ഷേ ഇതാണ് മെയിൻ. അവരുടെ മൈൻഡിനെ അവർ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചാനൽ കൊണ്ടുവരണമെന്ന് ഞാൻ ചിന്തിച്ചു. ഒരുപാട് എന്താ പറയുക, നമ്മളെ വിമർശിച്ച് ചെയ്യുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയെ നമ്മൾ എടുത്ത് കാട്ടണം. അപ്പോഴാണ് ആ മനുഷ്യൻ്റെ ഒരു സന്തോഷം ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. നമുക്ക് ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യനെ സഹായിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു അനുഗ്രഹം എന്നൊക്കെ പറയാം. മനസ്സുകൊണ്ട് നമ്മൾ ആ സമയത്ത് അവരെത്തിയത് കൊണ്ട് എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. എൻ്റെ ചിന്താഗതിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാനൊന്ന് പറയുന്നതൊന്ന് മാത്രമാണ്. പിന്നെ ഇദ്ദേഹം ഇതിൽ എഴുതിയത് കൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് മനസ്സിലൂടെ വരുന്ന വരികളിങ്ങനെ പറയുവാണ്. പിന്നെ നാഗ എന്നോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാറില്ല. ഞാനും നാഗയോട് സംസാരിക്കാറില്ല. ഒരുപക്ഷെ നാഗ എൻ്റെ സുഹൃത്താണ്, പിന്നെ എന്നെ എല്ലാവരുടെ മുന്നിലിങ്ങനെ പറയുന്നതല്ലേ, എനിക്കെപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം, ഒരുപാട് സമയം സംസാരിക്കാം, അങ്ങനെയൊന്നും ഞാനും ചിന്തിക്കാറില്ല. എന്നാൽ ഇതിൽ മെയിനായിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ മറ്റൊരാളെ ജീവിക്കാൻ അനുവദിക്കുക, അവരുടെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുക, എപ്പോഴും നിരന്തരം ശല്യപ്പെടുത്താതിരിക്കുക. അതൊക്കെയാണ് ഒരു നല്ല മനുഷ്യൻ്റെ വ്യക്തിപരമായ കാര്യം. അവരെന്താണോ അവരായി ജീവിക്കാൻ അനുവദിക്കുക, അതാണ് മെയിൻ. ഞാനങ്ങനെയാണ്. ഇപ്പം നാഗയ്ക്കറിയാം, ഞാൻ എപ്പോഴും അധികം സംസാരിക്കാറില്ല. ഞാനങ്ങനെയാണ്.
നാഗയ്ക്ക് അറിയാം, ഞാനും സംസാരിക്കാറില്ല അധികം. നാഗ പറയുമ്പോഴാണ് നമ്മൾ മറ്റൊരാളെ അറിയുന്നത്, കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ആരെയും അനുകരിക്കുന്ന ഒരു കാര്യമല്ല, യാഥാർത്ഥ്യവുമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അവരെന്താണെന്നറിയണം. ഒരാളെ മനസ്സിലാക്കി ഒരാളോട് പെരുമാറുന്ന രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ അറിയത്തുള്ളൂ. ഇത്രയും പറയണമെന്ന് തോന്നി.